മന്ത്രിയും നടനുമായ ഗണേഷ് കുമാറിൻ്റെ പഴയ പ്രണയകഥ വാർത്തയാവുന്നു. നടനും സംവിധായകനുമായ ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നാണ് ഗണേഷിൻ്റെ പ്രണയകഥയെക്കുറിച്ച് ആലപ്പി അഷറഫ് പറഞ്ഞത്. പ്രശസ്ത സംവിധായകൻ പ്രിയദർശനാണ് തന്നോട് ഈ കഥ പറഞ്ഞത് എന്നും ആദ്യം കേട്ടപ്പോൾ കുറച്ച് അവിശ്വസനീയമായി തനിക്ക് തോന്നിയെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നീട് താൻ ഗണേഷിനെ കണ്ടപ്പോൾ ഇക്കാര്യം നേരിട്ട് ചോദിച്ചു എന്നും അത് സത്യമാണെന്ന് ഗണേഷ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഗണേഷ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ പ്രണയം. അന്ന് കുബേരൻ ആയ, മന്ത്രിപുത്രൻ ആയ, കാണാനേറെ ഭംഗിയുള്ള നല്ല ഒരു കുടുംബത്തിലെ ഗണേഷിനോട് സ്വാഭാവികമായിട്ടും ഒരുപാട് പെൺകുട്ടികൾക്ക് ആഗ്രഹവും പ്രണയവുമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഗണേഷ് ആ പ്രണയത്തിൻ്റെ പുറകിലൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ ഗണേഷിന് ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. വുമൻസ് കോളേജിലായിരുന്നു ആ പെൺകുട്ടി. അതിസുന്ദരിയായിരുന്നു. ശാലീന സൗന്ദര്യമുള്ള അവളെ കണ്ടാണ് ഗണേഷ് മോഹിച്ചത്. അവളെ കാണാൻ വേണ്ടി തന്നെ ഗണേഷ് ഒരു പുതിയ ബൈക്ക് വാങ്ങി. കളർഫുൾ ഹെൽമറ്റുമിട്ട് നല്ല ഡ്രസ്സും ചെയ്ത് എന്നും ഗണേഷ് അവളെ കാണാൻ പോകുമായിരുന്നു. അതോടെ അവൾക്കും ഈ കാര്യം മനസ്സിലായി. ആ പെൺകുട്ടി ഗണേഷിനോട് ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരിക്കൽ എല്ലാം തകിടം മറിഞ്ഞു. ഒരു ദിവസം ഗണേഷിൻ്റെ ഒരു സുഹൃത്ത് ഒരാവശ്യത്തിന് പോകാൻ വേണ്ടി ഈ ബൈക്ക് വാങ്ങി. ഗണേഷ് ഉപയോഗിക്കുന്ന ഹെൽമറ്റുമിട്ട് അയാൾ കോളേജ് വഴി പോയി. അവിടെ ഒരു കടയിൽ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി അയാൾ ബൈക്ക് നിർത്തി. ഇത് പെൺകുട്ടി കണ്ടു. പെൺകുട്ടി രണ്ടും കൽപ്പിച്ച് അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ ഹെൽമറ്റ് ഊരി ചിരിച്ചു. അവളും ചിരിച്ചു. പിന്നീട് അവർ സംസാരിച്ചു. ആ സംസാരം നീണ്ട് അവർ പ്രണയത്തിലായി. ഏറെ നാളുകൾക്ക് ശേഷം അവർ കല്യാണം കഴിച്ചു. ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. പക്ഷേ ഈ പ്രണയം ഗണേഷ് അറിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഗണേഷ് ആദ്യ കാര്യങ്ങളൊന്നും തന്നെ ഇവരോട് പറഞ്ഞില്ല. അങ്ങനെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി ഒരു ത്യാഗം ഗണേഷ് ചെയ്തു എന്നാണ് ആലപ്പി അഷറഫ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗണേഷ് കുമാറിൻ്റെ ഈ പ്രണയകഥ ചർച്ചയായി മാറിക്കഴിഞ്ഞു. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.